എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ഒരു പാസേജ് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 1 യോഹന്നാൻ 4-ന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യം. 1 John chapter 4 verse 3 to 6. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ഒന്ന് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ഒന്ന് അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 1 മുതൽ verses 1. 4-ന്റെ 1 മുതൽ. 1 മുതൽ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. 6 വരെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. താങ്ക് യു. വായിച്ച വാക്യങ്ങൾ കൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടും ദൈവജനം കേൾക്കുവാനുള്ള പ്രത്യാശയോടുകൂടെയാണ് കടന്നു വന്നേക്കുന്നത്, എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനും വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവജനം കർത്താവ് നമ്മളോട് സംസാരിക്കണം, ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം നാം അനുദിനം കേൾക്കേണ്ടത്. ഈ വായിച്ച ഈ പാസേജ് യോഹന്നാൻ ആണ് എഴുതിയിരിക്കുന്നതെന്ന് ഒരു ധാരണ നമുക്കുണ്ട്. അങ്ങനെ തന്നെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷവും 3 ലേഖനവും വെളിപ്പാട് പുസ്തകവും, അങ്ങനെ 5 പുസ്തകങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് യോഹന്നാൻ കൈമാറിയിട്ടുള്ളത്. ഈ ലേഖനം പൊതുവെ ഒരു സർക്കുലർ ലെറ്റർ ആയിട്ടാണ് പൊതുവെ ചിന്തിക്കാറുള്ളത്. യോഹന്നാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, ജോഹന്നൈൻ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അത് പറഞ്ഞാൽ ഈ എഫെസോസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സഭകളുടെ ഒരു മൂപ്പനായി, ഒരു എൽഡറായി യോഹന്നാൻ ആയിരിക്കുമ്പോൾ ആ സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് 1, 2, 3 യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ. സർക്കുലർ ലെറ്ററായിട്ട് 1 യോഹന്നാനെ നമുക്ക് കാണുന്നതിൽ തെറ്റില്ല. ഈ കത്ത് എഴുതാനുള്ള കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് പഠിക്കുമ്പോൾ, ഈ കമ്മ്യൂണിറ്റിക്കകത്ത്, ഈ സമൂഹത്തിന്റെ അകത്തുണ്ടായിരുന്ന ചിലർ ഈ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകുകയും പുറത്തു പോയി അവരുടെ കാര്യം മാത്രം നോക്കുകയല്ല, പുറത്തു പോയതിനു ശേഷം അവർ എവിടുന്ന് വന്നോ അവിടേക്ക് ഇവർ മടങ്ങിച്ചെന്ന് പല വീട്ടിലേക്ക് കയറി പല വ്യക്തികളെ ക്യാൻവാസ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും വശീകരിച്ച് ഇവര് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെ അവരും സ്വീകരിക്കണമെന്നുള്ള ചിന്തയിൽ ഇവര് വെളിയിൽ പോയെന്നുള്ള സത്യമാണ്. പക്ഷെ വെളിയിൽ പോയതിനു ശേഷം ഈ സമൂഹത്തിൽ, യോഹന്നാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഇവര് കടന്നു വന്ന് ദുരുപദേശത്തെ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ സഭയ്ക്ക് എന്തോ സംഭവിക്കും. അവർ കൺഫ്യൂഷൻ കൊണ്ടുവരും. അവർ ദുരുപദേശത്തെ കൊണ്ടുവന്ന് പാവപ്പെട്ട ജനത്തെ കൺഫ്യൂസ് ചെയ്ത് കളയും. അവർക്ക് പിന്നെ സംശയമാവും, ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയമാവും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി യോഹന്നാൻ ഈ ലേഖനത്തിൽ കൂടെ അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഈ പോയ കൂട്ടരെ കുറിച്ച് 2-ന്റെ 19, 18, 19 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് 2-ന്റെ 19 ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അപ്പൊ നമ്മുടെ ഇടയിലായിരുന്നു അവർ കുറച്ചു നാള്, പക്ഷെ അവര് പുറപ്പെട്ട് വെളിയിൽ പോയി.
they're gone out. എന്തുകൊണ്ടായിരിക്കണം ഇവര് വെളിയിൽ പോയത്? ഒരു പക്ഷേ 2 യോഹന്നാൻ അതിലൊരു അധ്യായമേ ഉള്ളല്ലോ, അതിന്റെ 9-ാമത്തെ വാക്യം, 2 യോഹന്നാൻ അതിന്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അപ്പോൾ യോഹന്നാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ എന്തുകൊണ്ട് ഇവർ നിന്നില്ല? കാരണം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ഇവർ നിലനിൽക്കാൻ താല്പര്യമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോയത് കൊണ്ട് ഇവര് കർത്താവിന്റെ സഭയായിരിക്കുന്ന ഈ സമൂഹത്തിൽ അവർ തുടർന്നു പോകാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ പുറത്തുപോയി. എന്നാൽ പുറത്തുപോയി ഇവരെന്താ ചെയ്യുന്നത്? അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2:26. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തിനാ ഈ ലേഖനം എഴുതിയത്? നിങ്ങളെ തെറ്റിക്കുന്നവരുണ്ട്, നിങ്ങളെ വിശ്വാസത്തെ മറിച്ചു കളയുന്നവർ വെളിയിൽ പോയിട്ടുണ്ട്. അവര് നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലേഖനം നിങ്ങൾക്ക് എഴുതുന്നത്. അത് മാത്രമല്ല, 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, 5:13, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പൊ കൺഫ്യൂഷൻ ഇവർ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഇവര് വന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് ലേഖനം എഴുതിയിട്ട് പറയുകയാണ്, അങ്ങനല്ല, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ യോഹന്നാന് ഈ സെപ്പറേറ്റിസ്റ്റായി സമൂഹത്തിൽ ഒരു സമയം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് വെളിയിൽ പോയവരെ, ആ ദുരുപദേശക്കാരെ, എതിർ ക്രിസ്തുക്കളെ, കള്ളപ്രവാചകന്മാരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ, അവരെ ചിന്തിച്ച് അവരിവിടെ ഈ സമൂഹത്തിന്റെ അകത്ത് വന്ന് തെറ്റിച്ച് കളയാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട്, അല്ല വന്ന് തെറ്റിച്ച് കളയാൻ സാധ്യത മാത്രമല്ല, അങ്ങനെ ചിലപ്പോൾ വന്നും കാണും. അതാണ് 2 യോഹന്നാനിൽ പറയുന്നത്, അവര് വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാല് ചെന്ന് ഡോറ് തുറന്ന് കുശലം പറയാനൊന്നും പോവരുത്, പ്രൈസിലോടൊന്നും പറയാൻ പോവരുത്. കാരണം അങ്ങനെ കുശലം പറഞ്ഞ് ഇവൻ പതുക്കെ അകത്ത് കയറി ഉപദേശം കൂടെ അകത്ത് കയറ്റും. അതുകൊണ്ട് കുശലം പോലും പറയാൻ പോവരുതെന്ന് പറയുക. അവന്റെ അനീതി പ്രവൃത്തിയിൽ നിങ്ങളും കൈ കൊടുക്കും. അതുകൊണ്ട് അങ്ങനൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ പോവരുത് എന്ന് വളരെ കർശനമായിട്ട് ഈ സമൂഹത്തോട് പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാന് ഈ വാക്യങ്ങളൊക്കെ വായിച്ചപ്പം ഈ മനുഷ്യന്റെ സ്നേഹം ഒന്ന് നോക്കിക്കുക. ദൈവസഭയോടുള്ള, കർത്താവിന്റെ ശരീരത്തോടുള്ള സ്നേഹം നോക്കിക്കുക. ഇവരെ വിളിക്കുന്ന ആ വിളി തന്നെ നോക്കിക്കുക. നമ്മള് ഈ 4-ാം അധ്യായം 1-ാം വാക്യം, പ്രിയമുള്ളവരെ, അതിന്റെ 4-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ. വെറും വാക്കിലല്ല കേട്ടോ കുഞ്ഞുങ്ങളെയും പ്രിയരെ എന്നൊക്കെ വിളിക്കുന്നത്. യഥാർത്ഥമായ സ്നേഹം, വ്യാജത്തെ തിരിച്ചറിയാൻ വേണ്ടി യോഹന്നാൻ പറയുക. കേവലം കുഞ്ഞുങ്ങളെ പ്രിയരെ എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും എഴുതുമല്ല. അവരോട് പറയുകയാണ്, ഐ റിയലി കെയർ അബൌട്ട് യുവർ സ്പിരിച്വൽ മാൻ. യഥാർത്ഥ ദൈവസ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ ദൈവസ്നേഹമുള്ള ഒരു ദൈവദാസൻ നമുക്ക് ലഭിക്കുന്ന ജോലിയെക്കാട്ടിലും നമ്മുടെ ആരോഗ്യത്തെക്കാളിലും തൻ്റെ ഹൃദയത്തിലെ ഭാരം നമ്മുടെ ആത്മീക ജീവനായിരിക്കും. ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യം പ്രബോധനമായെങ്കിൽ പ്രബോധനമായിട്ടോ, ശാസനമായിട്ടെങ്കിൽ ശാസനമായിട്ടോ, നമ്മളെ എൻകറേജ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ എൻകറേജ് ചെയ്തിട്ടോ താൻ ചെയ്യും. യഥാർത്ഥ ഒരു ദൈവദാസൻ തൻ്റെ ഉള്ളിൽ ദൈവമക്കളോടുള്ള സ്നേഹം, സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധിയോ ശാരീരികമായിരിക്കുന്ന ഏതെങ്കിലും
ആ സൗഖ്യത്തിന്റെ വിടുതലിന്റെയോ, അതെല്ലാം പിന്നത്തേതിലുള്ള കാര്യങ്ങളാ. എന്നാൽ പ്രാരംഭമായി ഹി വിൽ ബി ആഫ്റ്റർ അവർ സ്പിരിച്വൽ മാൻ. ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത് കള്ളത്തരത്തിന് കണ്ണടച്ച് ദുരുപദേശത്തിന് അയ്യോ അവരങ്ങനെ പറഞ്ഞോട്ടെ പറഞ്ഞേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഒരു സൈഡിൽ കൂടെ പോകാം എന്നല്ല യോഹന്നാൻ പറയുന്നത്. യഥാർത്ഥ സ്നേഹം വ്യാജത്തെ വെറുക്കും. യഥാർത്ഥ സ്നേഹം സത്യത്തെ സ്നേഹിക്കുക മാത്രമല്ല, സത്യത്തെ ഗാർഡും ചെയ്യും. എന്ന് വന്നിരിക്കുന്ന ഏറ്റവും അപകടം എന്ന് പറയട്ടെ, സത്യത്തെ ഗാർഡ് ചെയ്യാനുള്ള മനസ്സ് അനേകർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ള ഒരു വേദന എനിക്ക് ഹൃദയത്തിലുണ്ട്. സത്യം പറയുക മാത്രമല്ല പ്രിയരെ ചെയ്യേണ്ടത്, സത്യത്തെ ഗാർഡ് ചെയ്യേണ്ടതും. അതിനു വേണ്ടിയാണ് ദൈവസഭയെ കർത്താവ് നമ്മളെ ഓരോരുത്തരും ജീവനുള്ള കല്ലുകളാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥ സ്നേഹം ഇവിടെ നോക്കിക്കേ, ദ ട്രൂ ലവ്. ഇവിടെ പറയുകയാണ്, പ്രിയമുള്ളവരെ, എല്ലാ ആത്മാവിനെയും, ഏതാത്മാവിനെയും വിശ്വസിക്കരുത്. നമ്മൾ ധരിച്ച സ്നേഹം എന്ന് പറയുമ്പോ എല്ലാവരും അങ്ങ് വിശ്വസിക്കണമെന്നാ. സ്നേഹം എന്ന് പറയുമ്പോ എല്ലാവരും അങ്ങ് കൈക്കൊള്ളണമെന്നാ. അങ്ങനല്ല. യഥാർത്ഥ സ്നേഹം എന്ത് ചെയ്യും? ശോധന ചെയ്യും. അതാണ് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളോട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ, അതിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ടൈറ്റിൽ ഗോഡ് ഇസ് കോളിംഗ് അസ് ഫോർ ഡിസേൺമെന്റ്. കർത്താവ് എന്നെയും നിങ്ങളെയും വിവേചിക്കാൻ, വിവേചനവരമുള്ളവരായി ജീവിക്കാൻ, വിവേചിക്കുന്നവരായി ജീവിക്കാൻ, ശോധന ചെയ്യുന്നവരായി ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുക. ആദ്യത്തെ 3 വാക്യങ്ങൾ. അടുത്ത 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് സമയം അനുവദിച്ചാൽ ഞാനത് പറയാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ദൈവം ഒരുക്കുന്ന സമയം അനുസരിച്ച് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതില് ഈ കള്ളപ്രവാചകനെയും ഈ കള്ളപ്രവാചകനെ നിയന്ത്രിക്കുന്ന എതിർക്രിസ്തുവിന്റെ ആത്മാവിനെയും ഒരു യഥാർത്ഥ ദൈവ പൈതൽ, 4-ാമത്തെ വാക്യം അവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. അവരെ ജയിക്കുന്നല്ല, യഥാർത്ഥ ദൈവമക്കൾ ഈ വ്യാജത്തെ ജയിച്ചിരിക്കുന്നു. 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ ഓവർകമ്മിങ് ത്രൂ ദി അനോയിന്റിങ് ഫ്രം ദി ഹോളി വൺ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഭാഗം ഒന്ന് നോക്കാം. കോളിംഗ് ഫോർ ഡിസേൺമെന്റ്. വെളിയിലോട്ട് നോക്കി, മേഘം നോക്കി നമ്മൾ പറയും ഇന്ന് ചിലപ്പോൾ മഴ പെയ്യും. ചിലപ്പം പറയും ഇന്ന് മഴ പെയ്യത്തില്ല. കാലങ്ങളെ നോക്കി നമുക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല. സഭയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വളരെ ദുർഘടമായിരിക്കുന്ന ഒരു കാര്യം, കാലാവസ്ഥ കണ്ട് നമ്മൾ വിവേചിക്കുന്നുണ്ട്, ആത്മീകമായി വിവേചിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാം. ഇവിടെ നോക്കിക്കേ, പ്രിയമുള്ളവരെ എന്നുള്ള കാര്യം 5 തവണ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എന്നുള്ള കാര്യം 7 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ യോഹന്നാനെ ആത്മാവിൽ ജനിപ്പിച്ച മക്കളായിരിക്കും. ദേ മേ ബി സ്പിരിച്വൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അതുകൊണ്ടായിരിക്കും തൻ്റെക്ക് ഈ ഭാരം, അവർ തെറ്റിപ്പോവരുത്, അവരെ ആരും തെറ്റിച്ചു കളയില്ലെന്നുള്ള ഭാരം തനിക്ക് ഉണ്ടാകാൻ ഒരു കാരണം അതായിരിക്കും. എന്നാൽ അതിനെക്കാട്ടിലുപരി ഇവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്താൽ ജനിച്ച ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവദാസന്റെ ഹൃദയത്തിലെ ഭാരം ഇവരാരും തെറ്റിപ്പോവരുത് എന്നുള്ളതാണ്.
എന്തുകൊണ്ടാണ് നാം ശോധന ചെയ്യേണ്ടത്? വൈ വി നീഡ് ടു ടെസ്റ്റ്? പ്രിയരെ, നമ്മളൊരു ഒരു ഒരു കടയിൽ പോകുന്നതിന് മുൻപേ ഗൂഗിളിൽ അടിച്ചു നോക്കുന്നതിന് മുമ്പേ അതിന്റെ റിവ്യൂ നോക്കും. എങ്ങനെ ഉണ്ടാക്കട, അല്ലേ? 5 സ്റ്റാർ ആണെങ്കിൽ നമ്മൾ പറയും ആ കുഴപ്പമില്ല കേട്ടോ, നല്ല റേറ്റിംഗ് ഉണ്ട്. അതിൽ താഴെ ആണെങ്കിൽ പറയാം അവിടെ റേറ്റിംഗ് പോരാ. അപ്പം ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുൻപേ നമ്മൾ ശോധന ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് തുണി വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ശോധന ചെയ്തിട്ടെടുക്കും. ഫുഡ് എടുക്കുമ്പോൾ ശോധന ചെയ്തിട്ടെടുക്കും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ശോധന ചെയ്തു? നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് നഷ്ടമാവരുത്. 2, നമ്മൾ സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ, അതുകൊണ്ട്. എന്നാൽ ആത്മീക ജീവിതത്തിലേക്ക് വരുമ്പോൾ കേൾക്കുന്നതെല്ലാം ശോധന ചെയ്യാതെ അങ്ങ് കൊള്ളും. എല്ലാരെയും കുറിച്ചല്ല കേട്ടോ, എന്നാൽ മിക്ക പേരും ആത്മീകമായി കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും ശോധനയില്ല, ഒരു ടെസ്റ്റിംഗ് ഇല്ല. എന്താ അങ്ങനെ ആയി പോകുന്നത്? വൈ വി ഡു ലൈക്ക് ദാറ്റ്? വൈ വി ഡു നോട്ട് ഡിസേൺ? ബറോവക്കാരെ നമ്മളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത് ഉത്തമന്മാരായ ബറോവൻ, നോബിൾ ബെറിയൻസ്. എന്താ അതിന്റെ അർത്ഥം? കാരണം എന്താ? കാരണം അതൊരു വ്യക്തിയേക്കാൾ കൂടുതൽ തിരുവചനത്തെ സ്നേഹിച്ചു. പൗലോസ് വന്ന് പ്രസംഗിച്ചപ്പോഴേ താൻ പ്രസംഗിച്ചത് പുസ്തകത്തിലുണ്ടോ എന്ന് അവർ ശോധന ചെയ്തു. ബോസ്റ്റൺ പ്രെയർ ലൈനിലുള്ള ദൈവമക്കൾ എല്ലാവരും ബറോവെ പോലെ ഉള്ളവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സകലതും ശോധന ചെയ്യണം, സകലരെയും ശോധന ചെയ്യണം. അപ്പോൾ അതിന്റെ മറുവശം കൂടെ ഞാൻ പറയാം. ഇത് ജഡ്ജ്മെന്റൽ ആകുകയല്ല, ജഡ്ജ്മെന്റൽ സ്പിരിറ്റ് കൊണ്ട് ഇരിക്കുകയില്ല. കാണുന്നവരെല്ലാം അങ്ങനെ ചിലരുണ്ട്. സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറ്റം പറയും, കിടക്കുമ്പോൾ കുറ്റം പറയും, ഉറങ്ങുമ്പോഴും ഇതല്ല, എല്ലാവരെ കുറിച്ച് കുറ്റം. അത് വേറൊരു വശം, അവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇതങ്ങനല്ല. ഇത് കുറ്റം പറയുകയില്ല, കർത്താവിന്റെ ശരീരത്തെ സ്നേഹിച്ച് ആ കർത്താവിന്റെ ശരീരത്തിൽ ഒരു ക്ഷതം പറ്റരുത് എന്ന് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് കർത്താവിന്റെ ദാസൻ ഭാരത്തോടെ പറയുകയായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കണേ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്? വൈ? കാരണം അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം കണ്ടോ. 1-ാമത്തെ വാക്യം, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യണം. അപ്പൊ ദൈവത്തിൽ നിന്നല്ലാത്ത ആത്മാക്കളുണ്ട്, അല്ലേ? അതെ, ദൈവത്തിൽ നിന്നല്ലാത്ത ആത്മാക്കളുണ്ട്. അപ്പൊ എന്താ ഈ ആത്മാക്കൾ എന്ന് ഉദ്ദേശിച്ച? ചിലപ്പോൾ ചില വീണ ദൂതന്മാരെ കുറിച്ചായിരിക്കും, ചില ഭൂതങ്ങളെ കുറിച്ചായിരിക്കും, മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിനെ ആയിരിക്കും, ഈ ടീച്ചേഴ്സിനെ ലീഡ് ചെയ്യുന്ന ഒരു ദുരാത്മാവായിരിക്കും. എന്തും ആയിക്കൊള്ളട്ടെ, യോഹന്നാൻ ഈ ആത്മാക്കളെല്ലാം 2 കാറ്റഗറിയിൽ കൊണ്ടുവരിക. ഏതാ 2 കാറ്റഗറി എന്നറിയാമോ? 4-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ആ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ വാക്യം നോക്കിക്കേ. അവിടെ കൊടുത്തിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും. ആ വേർഡ് ശ്രദ്ധിച്ചോ. ഒന്ന്, സത്യത്തിന്റെ ആത്മാവ്, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, അതാണ് 4-ന്റെ 1. വഞ്ചനയുടെ ആത്മാവ് എവിടെ നിന്നുള്ളതാ? 3-ാമത്തെ വാക്യം നോക്കിക്കേ. 3-ാമത്തെ വാക്യം, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അപ്പം സത്യത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതും വഞ്ചനയുടെ ആത്മാവ് എതിർ ക്രിസ്തുവിൽ നിന്നുള്ളതും. അപ്പൊ കള്ളപ്രവാചകനിൽ വ്യാപരിക്കുന്ന ഏതാത്മാവാ? വഞ്ചനയുടെ ആത്മാവ്. കള്ളപ്രവാചകനിൽ വ്യാപരിക്കുന്നത് ഏതാത്മാവാ? എതിർ ക്രിസ്തുയുടെ ആത്മാവ്. അപ്പം ഇവരെ കുറിച്ച് പറയുകയാണ് ഈ 4-1 നോക്കിക്കേ. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ. പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവർ എവിടുന്നാ പുറപ്പെട്ടത്? അതാണ് 2-19 നമ്മൾ വായിച്ചത്. ഇവർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ കൂടി ആരാധിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് നമ്മുടെ സഹോദരനും സഹോദരി എന്നൊക്കെ വിളിച്ചവരായിരുന്നു. എന്നാൽ എന്തോ പറ്റി? ഇവർ നമ്മുടെ ഇടയിൽ നിന്ന് പോയി. എന്തുകൊണ്ട് പോയി? അവർ നമ്മുടെ ഇടയിൽ, 2-19, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും
നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് ഇതിൽ മനസ്സിലായി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ നമ്മൾ വിചാരിച്ചു, അയ്യോ സഹോദരനാ, ബ്രദറാ, സിസ്റ്ററാ എന്ന് നമ്മൾ വിചാരിച്ചു, നമ്മുടെ കൂടെ ഉള്ളവരാന്ന് വിചാരിച്ചു. എന്നാൽ ഇവർ പുറപ്പെട്ടു പോയപ്പോഴാണ് മനസ്സിലായത് ഇവർ നമുക്കുള്ളവരല്ല എന്ന്. സ്തോത്രം. അപ്പം ഈ വെളിയിൽ പോയ ആൾക്കാര് ഭയങ്കര സ്വാധീനം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളിത് നല്ലതുപോലെ മനസ്സിലാക്കാനായി ഞാൻ ഈ ധൃതി വെച്ച് പറയാത്ത കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രിയരെ. ഈ വെളിയിൽ പോയ ഒരു ഭയങ്കര സ്വാധീനമാണ്, ഭയങ്കര കൺവേർട്സിനെ ഇവരുടെ പിന്നാലെ ഫോളോവേഴ്സ് ആയിട്ട് കൊണ്ടു. അനേകർ ഇവരെ ഫോളോ ചെയ്യുക. കാരണം ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥ അഭിഷേകം ഞങ്ങൾക്കാ ഉള്ളത്, യഥാർത്ഥ അനോയിന്റിങ് ഞങ്ങൾക്കാ ഉള്ളത്. കാരണം ഞാൻ അതൊക്കെ പറയാൻ കാരണമുണ്ട്. ഈ 2:20 വാക്യത്തിൽ യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞുണ്ട്. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. എന്നിട്ട് 2:27 ഈ അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ പറയുകയാണ് ഈ ദൈവമക്കളോട്, ഇവര് വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അഭിഷേകം എന്നൊക്കെ പറയുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥ അഭിഷേകം പരിശുദ്ധാത്മാവുള്ള, സത്യത്തിന്റെ ആത്മാവുള്ള ദൈവമക്കൾക്കാണ് യഥാർത്ഥ അഭിഷേകം. വ്യാജ ആത്മാവും വഞ്ചിക്കുന്ന ആത്മാവും എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനും അഭിഷേകം ഉണ്ടെന്ന് പറയും. എന്നാൽ നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് അവരെ തിരിച്ചറിയാം. യു വിൽ ഡിസേൺ ദം. സ്തോത്രം. ഒത്തിരി കൺവേർട്സ് ഉള്ളത് കൊണ്ടോ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടോ സത്യത്തിന്റെ ആത്മാവാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള ഒരു മെഗാ ചർച്ചിന്റെ ഒരു പോക്ക് കണ്ടപ്പോൾ ഞാനും എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് പുള്ളി പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ബ്ലസ്സൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന അവിടെ അല്ലേ? എത്ര പേരവിടെ ചെന്ന് രക്ഷിക്കപ്പെടുന്നത്, എത്ര സമൂഹമാണ്. നമ്മുടെ സഭകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ കൂട്ടത്തോടെ ആൾക്കാർ? ശരിയല്ലേ? കേട്ടാ നമുക്ക് തോന്നും ശരിയാ, അപ്പൊ അവിടെ വ്യാജമൊന്നുമില്ല. വ്യാജം ഉണ്ടെങ്കിൽ എങ്ങനെ ഇത്ര ആൾക്കാർ ഇടിച്ചു കയറുന്നത്? അപ്പൊ എന്റെ മനസ്സിൽ ഉടനെ വന്നൊരു ചിന്ത. ഞാൻ അങ്ങോട്ട് ഒരു ജോസ് ചോദിച്ചു, കേരളത്തിൽ നോർത്ത് ഇന്ത്യയെ പോലെ അല്ല അതിനേക്കാൾ കൂടുതലായിരിക്കുന്ന ഒരു പെർസിക്യൂഷൻ വന്നാൽ ഈ കൂട്ടത്തോടെ വന്നവർ എത്ര പേര് നിൽക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞ കാര്യം മനസ്സിലായോ? കൂട്ടത്തോടെ വന്നത് കൊണ്ട് അവിടെ സത്യത്തിന്റെ ആത്മാവാണെന്നോ നമ്മൾ തെറ്റിദ്ധരിക്കല്ല. ഞാൻ ഈ കൂട്ടം ഒത്തിരി കൂടുന്നത് തെറ്റാണെന്നോ അതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഡിസേൺ ചെയ്യുന്നത് മാർഗമേ തെറ്റി. നമ്മൾ നോക്കുന്നെന്തോ ഭയങ്കര കൂട്ടം, ഭയങ്കര ബിൽഡിങ്, ഭയങ്കര അവകാശവാദം, ഭയങ്കര അഭിഷേകം ഒഴുകുന്നു, തൊടുമ്പോൾ രോഗം വരുന്നു, പിന്നെ ഭയങ്കര പ്രവചനങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഡിസേൺമെന്റിന്റെ മാർഗദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നാൽ യോഹന്നാൻ പറയുന്നത് എങ്ങനെ ഡിസേൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിവേചിക്കേണ്ടത് ആത്മാക്കളെ, അതാണ് യോഹന്നാൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ഇപ്പൊ രണ്ടുപേരും പറയും, വ്യാജാത്മാവും അല്ലെങ്കിൽ ഈ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ 2 ടൈപ്പ് ഉണ്ടല്ലോ, സത്യത്തിന്റെ ആത്മാവും പിന്നെ വഞ്ചനയുടെ ആത്മാവും. ഈ വഞ്ചനയുടെ ആത്മാവ് ഉള്ളവരും പറയുന്നത് എന്തോ അറിയാമോ? യേശുവിന്റെ നാമം. വഞ്ചനയുടെ ആത്മാവ് ഉള്ളവന്റെ കയ്യിലും ബൈബിളാണ്. വഞ്ചനയുടെ ആത്മാവ് ഉള്ളവന് വെള്ളം ഉടുപ്പിട്ടോണ്ടാ നിൽക്കുന്നത്. വഞ്ചനയുടെ ആത്മാവ് ഉള്ളവന് രോഗശാന്തി ഉണ്ട്, ഭയങ്കര അഭിഷേകമാണ്. സത്യത്തിന്റെ ആത്മാവ് ഉള്ളവന് യേശുവിന്റെ നാമം പറയുന്നത്. സത്യത്തിന്റെ ആത്മാവ് ഉള്ളവനും പ്രസംഗിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. അപ്പൊ എങ്ങനെ തിരിച്ചറിയും? ഇപ്പം അവിടെ കൂടുതലാ USA ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഡോറുകളിൽ വന്ന് നോക്ക് ചെയ്യാറുണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് യഹോവ സാക്ഷിക്കാർ. വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയും സോറി പ്ലീസ്. യേശുനാമക്കാരെ കാണുമ്പോ മനസ്സിലാകും. യേശുനാമക്കാരെ യഹോവ സാക്ഷിക്കാരെയൊക്കെ വിവേചിക്കാൻ എളുപ്പമാണ് നമുക്ക്. പക്ഷെ ഇങ്ങനെയുള്ള ടൈപ്പുകൾ വരുമ്പോൾ വിവേചിക്കാൻ പറ്റുന്നില്ല.
ഭയങ്കര പ്രസംഗമാണേ. ഇരുത്തിക്കളയും നമ്മളെ. 1 മണിക്കൂറൊക്കെ ഒന്ന് പോകുന്നറിയത്തില്ല. ഭയങ്കര അനുഭവമാണ്. പക്ഷേ ഇത് യഥാർത്ഥമാണോ യഥാർത്ഥമല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഡിസേൺ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, പണ്ട് ചാൾസ് സ്പർജൻ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ വരിക. ഡിസേൺമെന്റ് ഇസ് നോട്ട് നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്, ഇറ്റ് ഈസ് നോയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ്. വിവേചനപരം എന്ന് പറയുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയുന്നതല്ല. വിവേചനപരം എന്ന് പറയുമ്പോൾ ശരിയും ഏകദേശം ശരിയും തിരിച്ചറിയുന്നതാ. ഈ വ്യാജാത്മാവുള്ളതേ ഏകദേശം ശരിയായിരിക്കും, എന്നാൽ ശരിയല്ലത്. സ്തോത്രം. പിശാചും ഈ ഔവയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞതും ഏകദേശം ശരിയുള്ള കാര്യമല്ലേ? ഏകദേശം ശരി. കർത്താവ് പറഞ്ഞു തിന്നുന്ന ആളി മരിക്കും. പിശാച് പറഞ്ഞു, ആര് പറഞ്ഞു മരിക്കുന്നു? മരിക്കത്തില്ല. ഏകദേശം ശരിയാത്. തിന്ന പൊടഞ്ഞ മരിച്ചു ഇല്ല. പക്ഷെ അവൻ സത്യം പറയത്തില്ല, ഏകദേശം സത്യം പറയും. ഏകദേശം ശരിയല്ല ശരി. അപ്പൊ വിവേചിക്കുക എന്നുള്ളത് ശരിയും തെറ്റും വിവേചിക്കുക. യഹോവ സാക്ഷിക്കാരെ മനസ്സിലാകും, മോർമോൻസിനെ മനസ്സിലാക്കും, പിന്നെ യേശുനാമക്കാരനെ മനസ്സിലാക്കും. പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ട്, നമ്മുടെ ഇടയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പോയ അനേകരുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ വിവേചിക്കുന്നത് എന്ത് സ്കെയിൽ വെച്ചാൽ അവിടെ ആൾക്കാർ കൂടുന്നുണ്ട്, ഭയങ്കര ഇളക്കമാണ്, ഭയങ്കര പ്രവചനമാണ്. പ്രവചനത്തിന് എതിരൊന്നുമല്ല ഞാൻ, പ്രവചനം വിശ്വസിക്കുന്ന ആളാണ്. അന്യഭാഷയുടെ എതിരല്ല, അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷെ ഭയങ്കര പ്രവചനോ ബ്രദറെ, അതൊന്ന് കാണേണ്ടത്. വിവേചിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് തെറ്റാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എങ്ങനെ വിവേചിക്കാൻ പറ്റും? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലൂടെ പറയുകയാണ്, ഈ ചെന്നായ്ക്കളുടെ അടുക്കൽ, ആടുകളുടെ അടുക്കലേക്ക് എങ്ങനെയാ വരുന്നത്? ചെന്നായി അതുപോലല്ല വരുന്നത്, വേഷം മാറി, ആടുകളുടെ വേഷം ധരിച്ച്. അപ്പൊ ആടുകളുടെ വേഷം ധരിച്ച് വരുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് ചെന്നായി ആണോ ആടാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവിടെയാണ് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഞങ്ങൾക്ക് വിവേചനവരം നൽകണമേ. ബോസ്റ്റൺ പ്രയർ ലൈനിലെ ഒരു പ്രാർത്ഥന വിഷയം അങ്ങനെ ഉണ്ടായിരിക്കാം. ഇല്ല എങ്കിൽ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്തോ. കർത്താവേ, വിവേചിക്കാനുള്ള വരം എനിക്ക് നൽകണം. പ്രേ ഫോർ ഡിസേൺമെന്റ്. ആത്മാക്കളെ മനസ്സിലാക്കാൻ, വ്യക്തികളെ മനസ്സിലാക്കാൻ, ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിവേചനവരം. മുടിനാരിനനുസരിച്ചുള്ള മാത്രമേ സ്ലൈറ്റ് ഡിഫറൻസ്, ഡീവിയേഷനെ കാണൂ. ഏകദേശം ശരിയായിരിക്കും, പക്ഷെ ഏകദേശം ശരിയല്ല കർത്താവ്. എനിക്ക് വേണ്ടത് അവിടുത്തെ വചനം എന്തോ പറയുന്നു, അവിടുത്തെ അപ്പോസ്തലന്മാർ എന്തോ പഠിപ്പിച്ചോ, അതിൽ നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. വഞ്ചനയുടെ ആത്മാവ് അത് എതിർ ക്രിസ്തുയുടെ ആത്മാവ് മാത്രമല്ല, അത് സാത്താന്റെ ആത്മാവാണ്. സ്തോത്രം. ഇനി 2-ാം വാക്യത്തിലേക്ക് വരാം. അപ്പൊ 1-ാമത്തെ വാക്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യും. അപ്പൊ യഥാർത്ഥ സ്നേഹം എന്ത് ചെയ്യും? ശോധന ചെയ്യും. യഥാർത്ഥ സ്നേഹം ശോധന ചെയ്യും. ചിലർ പറയണ്ടോ ബ്രദറെ, നമുക്ക് അങ്ങനൊന്നും പറയാം. നമ്മൾ മൗനമായിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ആ ആളെ സൂക്ഷിക്കാം. സ്തോത്രം. കാരണം യഥാർത്ഥ സ്നേഹം, കർത്താവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ കർത്താവിന്റെ ശരീരമായ സഭയെ സ്നേഹിക്കും, അല്ലേ? ഇപ്പൊ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ കൈ പറയോ, ഓ എനിക്ക് അതിൻ്റെ ഒരു ബന്ധമേയില്ല എന്ന് പറയൂ? കൈ ഉടനെ അങ്ങോട്ട് കാലിലോട്ട് ചെല്ലും, കാലി അങ്ങോട്ട് പൊക്കും. എന്ത് ശുശ്രൂഷ പിന്നെ കൈ, 2 കൈയും. പിന്നെ ശരീരം മൊത്തം നിലച്ചെന്നേ, പിന്നെ ഒന്നും നടപ്പൊന്നുമില്ല. പിന്നെ ഒരിടത്ത് ഇരുന്നുള്ള ശുശ്രൂഷ ആ കാലിനോട്. നോക്കിക്കേ, ഇതൊക്കെ കർത്താവ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ക്രിസ്തുവിന്റെ ശരീരത്തോട് നാമും ഇതുപോലെ സ്നേഹമുള്ളവരാണെങ്കിൽ സകലവും ശോധന ചെയ്തെടുക്കും. എല്ലാ പ്രസംഗവും ശോധന ചെയ്യണം.
എല്ലാ ദൈവദാസന്മാരെയും ശോധന ചെയ്യണം. ഞാൻ ഇന്നലെ എന്റെ ദൈവസഭയെ പ്രസംഗിച്ചപ്പം ചിലർക്ക് ഈ സ്പെഷ്യൽ ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ അവരുടെ സ്വന്തമായിട്ടുള്ള പ്രവാചകന്മാർ തന്നെ. എന്ത് അപകടമെന്നറിയും. അവർ പറയുന്നത് അറിയാം, എന്തോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരാളുണ്ട്, ഞങ്ങൾ അവിടെ വിളിക്കും. ഈ പാവങ്ങൾക്ക് അറിയുന്നില്ല ഈ വ്യക്തി ഇവരെ കുപ്പിയിലാക്കിയത്. എന്തുണ്ടെങ്കിലും ആ പുള്ളി പറയും. കുഞ്ഞിന് എവിടെ അഡ്മിഷൻ, ആ പുള്ളി പറയും. ഇപ്പൊ സ്ഥലം ബോസ്റ്റണിൽ നിന്ന് ഊസ്റ്റണിലോട്ട് പോകണം, അത് പുള്ളി പറയണം. അത് പുള്ളി പറയുകയും ചെയ്യും. പാടില്ല. ഒരു പ്രവാചകനെയോ ഒരു ദൈവദാസൻ എത്ര അഭിഷിക്തനാന്ന് പറഞ്ഞാലും നമ്മൾ ഐഡലാക്കി വെക്കരുത്. ഒരു ദൈവദാസനും ദൈവവചനത്തിന്റെ മേളിലല്ല. എല്ലാ ദൈവദാസന്മാരും വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവദാസന്മാരെ അവരുടെ വിഷയം, അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ഉപദേശം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. എന്തിനാ ഇതൊക്കെ? നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വേണ്ടി, വേറെ ഒന്നിനും. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ പൂജിക്കരുത്. ഒരു വ്യക്തിയെ മാത്രം അത് മാത്രം കേട്ട് ആ വ്യക്തി പറയുന്നതിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന എത്ര കുടുംബങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിയാം. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അനേക കുടുംബങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് പൈസ കൊടുത്തു, പക്ഷെ അറിയുന്നില്ല കുപ്പിയിലാക്കിയെന്ന് ഇയാൾ. അവരെ കൺട്രോൾ ചെയ്യുന്നത് ആ വീട്ടിലെ നായകനല്ല, ആ പാസ്റ്ററാണ്. സ്തോത്രം. അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം ഒന്നും വെച്ചു കൊടുക്കരുത് ഒരു വ്യക്തിയുടെ മുമ്പിൽ. ഒറ്റ സ്ഥലമേ ഉള്ളൂ നമുക്ക് പോകാൻ, ക്രിസ്തു മതി. ക്രൈസ്റ്റ് ഇസ് സഫിഷ്യന്റ്. കർത്താവിന്റെ വചനം, ഹിസ് വേർഡ് ഇസ് സഫിഷ്യന്റ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള തീരുമാനങ്ങൾ കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നേ. അഥവാ ഒരു പ്രവാചകനിൽ കൂടെ നമ്മളോട് എന്തെങ്കിലും ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ നമ്മൾ പോയി ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പ്രവാചകനെ നിന്റെ അടുക്കിലേക്ക് അയക്കും. ഒരു ദേവദാസനോട് സംസാരിക്കണമെങ്കിൽ കർത്താവ് തന്റെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. അതല്ല, ദൈവവചനം തുറന്ന് കർത്താവേ തിരുശബ്ദം എന്നെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥനയോട് ഇരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് സംസാരിക്കും. സ്തോത്രം. പണ്ട് ആരോ പറഞ്ഞ പോലെ, പാസ്റ്ററെ ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ദൈവശബ്ദം കേൾക്കണമെന്ന്. പാസ്റ്റർ പറഞ്ഞു, ബൈബിള് വായിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ബൈബിള് തുറന്ന് ഉറക്കെ വായിച്ചോളെ, ദൈവശബ്ദം കേൾക്കും. സ്തോത്രം. പ്രിയരെ, ദൈവഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുടുംബം എങ്ങനെയായിരിക്കണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതം, ആത്മീക ജീവിതം, ജോലി സ്ഥലങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ എന്ന് വേണ്ട 90% കൂടുതൽ ദൈവഹിതം തിരുവചനത്തിലുണ്ട്. ഒരു വ്യക്തിയുടെ അടുക്കൽ പോയിരുന്ന് രാത്രി മുഴുവനും ഇരുന്ന് പൈസയും കൊടുത്ത് വ്യാജത്തിലേക്ക് പോകുന്നതിന് നല്ലത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം എന്തോ പറയുന്നു അതനുസരിക്കുവാൻ, അത് വിവേചിക്കുവാൻ, അത് വിവേചിച്ചനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. അപ്പൊ എങ്ങനെയാണ് ശോധന ചെയ്യേണ്ടത്? യോഹന്നാൻ എങ്ങനെയാ പറയുന്നത് നോക്കിക്ക്. 2-ാമത്തെ വാക്യം 4:2 വായിച്ചോ. 4:2 John chapter 4 verse 2. ആ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പൊ എന്താ യോഹന്നാൻ പറയുന്നത്? എങ്ങനെ ശോധന ചെയ്യാം? ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ, 3-ാമത്തെ വാക്യം, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ വിശദീകരിക്കാം. ജീസസ് ആസ് എ മീൻസ് ടു ആൻ എൻഡ് എന്ന് പറഞ്ഞാല്, യേശു അല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. ഒരു ഉദാഹരണം പറഞ്ഞ, ലക്ഷ്യം പണമാണ്. എന്നാൽ ആ പണം കിട്ടേണ്ട മാർഗമാരാ? യേശുവ. ജീസസ് ഇസ് ദ മീൻസ് ടു ആൻ എൻഡ്.
അപ്പൊ യേശു ആരെയാ? യേശുവിനെ എങ്ങനെയാ കാണുന്നത്? എന്റെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്ന, എന്റെ ബ്രോക്കൺ മാരേജിനെ ഇംപ്രൂവ് ചെയ്യുന്ന, മേക്ക് യു ഫീൽ ബെറ്റർ, നാളത്തേക്കുള്ള ഒരു പ്രത്യാശ നൽകുന്ന. ഫിലിപ്പിയ ലേഖനം 3:18-19 വാക്യങ്ങളിൽ നമുക്കറിയാം അവിടെ കാണുന്നത് ക്രൂശിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പൗലോസ് പറയുന്നത് അവരുടെ ദൈവം അവരുടെ വയറ്, അടുത്ത് പറയുകയാണ് ഭൂമിയിലുള്ളത് അവരന്വേഷിക്കുന്നു. അപ്പോൾ ജീസസിനെ ഒരു മീൻസ് ആയിട്ട് വെച്ചിരിക്കുക. ജീസസ് അവരുടെ ജീവിതത്തിൽ ഒരു എൻഡ് അല്ല. ജീസസ് ഇസ് നോട്ട് സഫിഷ്യന്റ്. ജീസസ് തരുന്ന കാര്യങ്ങൾ അതിൽ സഫിഷ്യൻസി കണ്ടെത്തുക, ജീസസിലല്ല സഫിഷ്യൻസി. ഇപ്പൊ ഇവിടെ ജീസസ്, ഇത് വളരെ ശ്രദ്ധിക്കണം, ജീസസ് ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന. അപ്പം പാസ്റ്ററെ, ഇപ്പൊ പുൾപിറ്റിൽ വന്നവരെല്ലാം അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? പുൾപിറ്റിൽ വന്ന് പ്രസംഗിക്കുന്നവരെല്ലാം വിശ്വസിക്കുന്നത് യേശു ജഡത്തിൽ വന്നെന്നല്ലേ. അങ്ങനെ വിശ്വസിക്കാത്ത ആർക്കും ഞങ്ങൾ പുൾപിറ്റ് കൊടുക്കാറില്ല. ഏതാ? യേശു ജഡത്തിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പുൾപിറ്റ് കൊടുക്കാറില്ല. ഞങ്ങൾ പുൾപിറ്റ് കൊടുക്കുന്ന എല്ലാം യേശു ജഡത്തിൽ വന്നവരെയാ ഞങ്ങൾ വിളിക്കുന്നതും പുൾപിറ്റ് കൊടുക്കുന്നതും. ഞാൻ പൊതുസഭയോടാ പറയുന്നത് കേട്ടോ, പൊതുസഭ ഇൻ ജനറൽ, പല സഭകൾ പുൾപിറ്റ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ഈ വ്യാജ ആത്മാവുള്ളവനും സത്യാത്മാവുള്ളവനും രണ്ടുപേരും വാദിക്കുകയാണ്, രണ്ടുപേരും പറയുകയാണ് യേശു ജഡത്തിൽ വന്നത്. പക്ഷെ വ്യാജാത്മാവുള്ളവൻ ജഡത്തിൽ വന്നെന്ന് തത്വത്തിൽ വിശ്വസിക്കുന്നത് മാത്രമേ ഉള്ളൂ, ജീസസിന്റെ ലൈഫ് അവൻ ഫോളോ ചെയ്യത്തില്ല. യേശുവിന്റെ മാർഗം അവൻ സ്വീകരിക്കത്തില്ല. പക്ഷെ തത്വത്തിൽ എന്ത് വിശ്വസിക്കുന്നുണ്ട്? ജീസസ് ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. പുള്ളി പ്രസംഗിക്കുമ്പോഴും പറയും 2023 വർഷം മുമ്പേ മാനവ രാശിയുടെ പാപത്തിന് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ, അങ്ങനെയൊക്കെ പ്രസംഗിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കും, ശരിയാ, കറക്റ്റില്ല പറയുന്നത്. പക്ഷെ ജീവിത ശൈലിയും ശുശ്രൂഷയും ക്രിസ്തു കേന്ദ്രിതമല്ല, ക്രിസ്തുവിന്റെ പ്രകാരമല്ല. അങ്ങനുള്ളവൻ യേശു ജഡത്തിൽ വന്നു എന്ന് തത്വത്തിൽ വിശ്വസിക്കുന്ന മാത്രമേ ഉള്ളൂ, ജീവിതത്തിലില്ല. അവനെ എതിർ ക്രിസ്തു. അങ്ങനെയുള്ള ആൾക്കാരെ ശോധന ചെയ്യാൻ ഭയങ്കര പാടാ അല്ലേ? ഇപ്പൊ ഒരു പുൾപ്പറ്റ് വന്നിട്ട് ഒരാൾ പറയാ യേശു ജഡത്തിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പിടിക്കും, കറക്റ്റ, റോങ്. അത് ശോധന ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എന്നാൽ ഒരാൾ വന്നിട്ട് പറയുക യേശു ജഡത്തിൽ വന്നു എന്ന് പ്രസംഗിക്കുക, അത് എങ്ങനെ വ്യാജാത്മാവാന്ന് മനസ്സിലാക്കുന്നത്? അതിങ്ങനെ എങ്ങനെ? ജീസസിനെ കുറിച്ച് പറയുമ്പോൾ ജീസസ് ലക്ഷ്യമാണെന്ന് പുള്ളി പറയത്തില്ല. പുള്ളി എന്താ പറയും? നിങ്ങൾക്കിത് പ്രാപിക്കണമെങ്കിൽ യേശുവിനെ വിളിക്കാം, നിങ്ങൾക്ക് ഇവിടുന്ന് അക്കരെ കടക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നിങ്ങളെ കർത്താവ് ഉയർത്തണമെങ്കിൽ ആരെ വിളിക്കുക? ജീസസിനെ വിളിക്കുക. അപ്പൊ ജീസസിന്റെ മാർഗവും ജീസസിന്റെ ശുശ്രൂഷയെ അനുഗമിക്കാതെ ജീസസിനെ കേവലം അവരവരുദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി മാത്രം കാണുന്നത് അത് വ്യാജാത്മാവാ. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഫോളോയിങ് ഇറ്റ്? If we confess that Jesus Christ has come in the flesh, we must also confess Christ-likeness, cross-shaped life, way of discipleship. സത്യത്തിന്റെ ആത്മാവ് ആരാന്നറിയാമോ? യേശു ജഡത്തിൽ വന്നെന്ന് തത്വത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ക്രൂശിന്റെ മാർഗത്തിൽ നടക്കുന്നവനുമായിരിക്കും. എന്താ ഇങ്ങനെ നമ്മൾ ശോധന ചെയ്യാത്ത? ഞാൻ ഇനി മുമ്പോട്ട് പറയുമ്പോൾ അല്പം കൂടെ വ്യക്തമാകും. ഈ വ്യാജ പ്രവാചകനും കള്ളപ്രവാചകനും കള്ള ഉപദേഷ്ടാവും എതിർ ക്രിസ്തു ഒക്കെ അവര് പറയും യേശു ജഡത്തിൽ വന്നു, ഭയങ്കര ടോക്കിംഗ്, നല്ലതുപോലെ സംസാരിക്കാനോ നല്ലപോലെ പ്രസംഗിക്കാൻ അറിയാം, പ്രാസം വെച്ചൊക്കെ പ്രസംഗിച്ചോളെ. പക്ഷേ ജീവിതം യേശു ക്രിസ്തുവിനെ പോലല്ല, മിനിസ്ട്രി യേശു ക്രിസ്തുവിനെ പോലല്ല. ഞാന് അല്പം ഒന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുക ആ പറഞ്ഞ കാര്യം.
ഞാൻ 2 വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. 1, ജീസസിന്റെ മിനിസ്ട്രി. 2, ജീസസിന്റെ ലൈഫ്. അപ്പൊ നമ്മൾ ശോധന ചെയ്യേണ്ട അളവുകോല് ഹോളിൽ ആള് നിറഞ്ഞതല്ല, കറക്റ്റ് പ്രവചനം പ്രവചിച്ചതല്ല, രോഗശാന്തി നടക്കുന്നുണ്ടെന്നല്ല, ഭയങ്കര അഭിഷേകമാണെന്ന് പറയുന്നതിലല്ല, ജീസസിൽ കൂടെയാണ് വ്യക്തികളെ വിവേചിക്കേണ്ടത്. ത്രൂ ജീസസ്. ജീസസ് ഇസ് ദ പ്രൈം എക്സാമ്പിൾ. യേശുവിന്റെ സുവിശേഷ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. മത്തായി 4:23. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 23. പിന്നെ യേശു ഗലീലയിലേക്കും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ 1, സുവിശേഷം ഉപദേശിച്ചു. 2, പ്രസംഗിച്ചു. അടുത്തത് ജനത്തിലുള്ള സകലത്തിന്റെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്യും. സൗഖ്യം. ദീനത്തെയും ഇപ്പൊ ജീസസിന്റെ മിനിസ്ട്രിയിൽ 3 കാര്യം ഉണ്ടായിരുന്നല്ലേ? എന്തുവായിരുന്നു? ഉപദേശം, പ്രസംഗം, സൗഖ്യം. രോഗസൗഖ്യം, രോഗശാന്തി ശുശ്രൂഷ. ഓക്കെ. ഈ 3 ഏറ്റവും കൂടുതൽ നിൽക്കുന്ന എന്തുവാ? ദൈവവചന ശുശ്രൂഷ. പക്ഷെ ഈ വ്യാജാത്മാവ് എന്ത് പറയുന്നത് അറിയാമോ? വ്യാജാത്മാവ് ഇത് 2 ഞാൻ ക്യാൻസൽ ചെയ്യും. ഏതാ? ഉപദേശം. ഉപദേശത്തെ ക്ലോസ് ചെയ്യും. അഭിഷേകം വന്നാൽ പിന്നെ പ്രസംഗം വേണ്ട. ഞാനത് മുമ്പോട്ട് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നമുക്കിത് പരിചയമുള്ള വാക്യങ്ങളാണ്. ഈ കർത്താവ് നസ്രേത്തിന്റെ പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ച കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. 4:17. Luke 4:17. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. 4:14 വായിച്ചാൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി എന്ന് പറയുക. 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ. 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. ഇന്ന് ഈ അഭിഷേകം ഉണ്ടെന്നൊക്കെ പറയുന്ന പുള്ളികളുടെ ഈ പുസ്തകം കൊടുത്തായിരുന്നെങ്കിൽ എന്തോ പറഞ്ഞാൽ അവര് പുസ്തകം വിടർത്തുവോ അത് അടയ്ക്കൂ? പുസ്തകം അങ്ങ് അടയ്ക്കും. എന്നിട്ട് പറയുന്നത് അറിയോ? അഭിഷേകമുണ്ട്, അതുകൊണ്ട് പുസ്തകം നിന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല. അഭിഷേകം ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നറിയോ? പുസ്തകം അടയ്ക്കുകയല്ല ചെയ്യുന്നത്, പുസ്തകം വിടർത്തും. ജീസസിന്റെ മിനിസ്ട്രിയാ. ജീസസിന്റെ മിനിസ്ട്രിയായത്. 5 മണിക്കൂറൊക്കെ ഭയങ്കര മീറ്റിംഗാ. പക്ഷെ ഞാൻ ഈ 5 മണിക്കൂർ ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കും. 5 മണിക്കൂർ ഇരിക്കാനുള്ള സമയമില്ല. പക്ഷെ ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കും, എവിടെയെങ്കിലും ഉണ്ട് വേർഡ് മിനിസ്ട്രി, തിരുവചന ശുശ്രൂഷിക്കുന്നത്? ഇല്ല. അവിടുത്തെ സാക്ഷി, ഇവിടുത്തെ സാക്ഷ്യം, ആ അഭിഷേകം, ഇവനെ തൊട്ടപ്പോ അവിടെ വീണതും ഇവിടെ തൊട്ടപ്പോ ഇവിടെ വീണതും ക്യാൻസർ പോയതും നോക്കി ഇപ്പൊ ഈ 5 മണിക്കൂറിൽ ഇതേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ എന്താ പറയുന്നറിയോ? ഭയങ്കര അഭിഷേകം. നസ്രേത്തിന്റെ പള്ളി ചെന്ന് നോക്കിക്കേ, അഭിഷേകം വന്നവൻ പുസ്തകം മടക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, പുസ്തകം വിടർത്തി. ദൈവസഭയിൽ അഭിഷേകം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാകും? പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ വന്നെന്ന് എങ്ങനെ മനസ്സിലാകും? തിരുവചന ശുശ്രൂഷ, വേർഡ് ഓഫ് ഗോഡ് വിൽ ബി ഇൻ ദ സെന്റർ ഓഫ് ദ ചർച്ച്. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്നൊരു ദൈവദാസൻ, അമേരിക്കയിൽ ഉള്ളൊരു ദൈവദാസൻ, പുള്ളി ഒരു സഭയിൽ ചാർജ് എടുത്തപ്പോൾ ആദ്യത്തെ ആഴ്ച ചെന്നപ്പോൾ പുൾപിറ്റ് നീക്കിയിട്ട് ആൾക്കാർ അവിടെ ഡ്രാമ കളിക്കാൻ തുടങ്ങി. പുള്ളി പിറ്റേ ദിവസം വന്നിട്ട് എന്ത് അറിയാമോ? പുൾപിറ്റ് ഇടയ്ക്ക് വെച്ചിട്ട് 4 സൈഡും ആണി അങ്ങ് അടിച്ചു. ഞായറാഴ്ച ദിവസം ഡ്രാമക്കാർ വന്ന് ഡ്രാമ കളിക്കാൻ നോക്കുമ്പോൾ പുൾപിറ്റ് നീക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ അറിയോ?
മാർട്ടിൻ ലോയ്ഡ് പറഞ്ഞു, ഇത് ഡ്രാമ കളിക്കേണ്ട സ്ഥലമല്ല, ഇത് തിരുവചനം പ്രസംഗിക്കേണ്ട സ്ഥലമാണ്. അഭിഷേകം വരുമ്പോ പുൾപിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, പുൾപിറ്റ് അവിടെ തന്നെ നിൽക്കും. പുസ്തകം വിടർത്തി പുസ്തകത്തിൽ തുറന്ന് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കും. ജീസസിന്റെ മിനിസ്ട്രി കണ്ടോ? ആൾക്കാര് കൂടിയെന്നോ ഭയങ്കര സംഭവം അവിടെ ആയിരുന്നൊന്നും അല്ല വിവേചിക്കേണ്ടത്. ശുശ്രൂഷയിൽ ദൈവവചന ശുശ്രൂഷയുണ്ടോ എന്ന് പരിശോധിക്കണം അഭിഷക്തന്. അപ്പൊ അഭിഷിക്തനായ ക്രിസ്തു പറയുകയാണ്, 17-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അപ്പൊ അവൻ, എനിക്ക് പുസ്തകമൊന്നും വേണ്ട, അങ്ങനൊന്നുമല്ല, അവൻ പുസ്തകം വിടർത്തി. എന്നിട്ട് ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഗൈഡൻസ് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബൈബിൾ പോലെ 61 യെശയ്യാ 61 60 ഇങ്ങനെ ചാപ്റ്റർ ഒന്നും ഇല്ല, ചുരുള. കർത്താവിന്റെ ആ വചനത്തിന്റെ ജ്ഞാനം നോക്കിക്കേ. ഈ വാക്യം എവിടാണെന്ന് കർത്താവിന് ഇങ്ങനെ കറക്റ്റ് തുറന്ന് ആ ചുരുള്. നമ്മുടെ കയ്യിൽ വല്ലതും ആയിരുന്നെങ്കിൽ സന്ധ്യ ഉഷസുമായി ആശീർവാദം പറഞ്ഞാൽ പോലും ഈ വാക്യം തപ്പി, നമുക്ക് ഈ അധ്യായങ്ങളൊക്കെ ഉണ്ടായിട്ട് കിട്ടുന്നില്ല. പുറപ്പാട് പുസ്തകം വായിക്കാൻ പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്. അപ്പൊ അധ്യായങ്ങളും പുസ്തകങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ചുരുള് നമ്മുടെ കിട്ടിയാൽ വട്ടം കറങ്ങിപ്പോത്തും. വചനത്തിന്റെ ജ്ഞാനം നോക്കിയ നമ്മുടെ കർത്താവിന്റെ അഭിഷിക്തനെ തിരുവചനം അറിയാം. അല്ലാതെ വായി വരുന്നതെല്ലാം ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അഭിഷക്തൻ. വിവേചിക്കണം. വ്യാജ ആത്മാവിനെ എങ്ങനെ വിവേചിക്കും? വ്യാജ ആത്മാവാണെങ്കിൽ പറയും, എനിക്ക് ഇപ്പൊ കിട്ടിയതാ. പണ്ട് കുഞ്ഞിലൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു വാക്യമായിരുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാം. അപ്പൊ പാസ്റ്റർമാർ അന്ന് വന്നൊക്കെ ഞാൻ കുഞ്ഞിലെ കേട്ടിട്ടുണ്ട്, ഞാനൊന്നും ഒരുക്കിയിട്ട് വന്നിട്ടില്ല, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ആത്മാവിൽ നിറഞ്ഞ്, കർത്താവ് എന്റെ വായിൽ വചനം കൊണ്ട് നിറക്കി ഞാൻ അത് പ്രസ്താവിക്കും. ഇപ്പൊ ഞാൻ കുറെ നാൾ വരെ ധരിച്ചത് ഇങ്ങനെയാ, ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി നിൽക്കണം, നിൽക്കുമ്പോ കർത്താവ് വായി വചനം തരും. പുസ്തകം പഠിച്ചപ്പോഴാ മനസ്സിലായത്, ഇത് കർത്താവ് വായി വചനം തരുന്നതിനെ കുറിച്ചൊന്നുമില്ല. 81-ാം സങ്കീർത്തനം, അത് പ്രൊവിഷനെ കുറിച്ചാ. അനുസരണക്കേട് കാണിച്ചു പോകുന്ന ഇസ്രായേൽ മക്കളോട് പറയും, വാ, നിങ്ങളുടെ വായ തുറന്നു പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ പറയുന്നതിനെ കുറിച്ചൊന്നുമല്ല. അനുസരണക്കേട് വിട്ട അനുസരിച്ചിങ്ങു വാ, ഐ വിൽ പ്രൊവൈഡ് ഫോർ യു, ഞാൻ പ്രൊവിഷൻ നൽകാം എന്നുള്ള വചനത്തെ എടുത്ത് നമ്മൾ പറയാ പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. പിന്നെന്തുവാ, ചെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ കർത്താവ് പറയും. അതിന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട് അല്ലെ, ഈ സുവിശേഷങ്ങളിലും വാക്യമുണ്ട്, എനിക്ക് എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയുന്നില്ല. അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ കോർട്ടിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ, ന്യായാസ്ഥലത്തിൽ നിന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ എന്താ സംസാരിക്കണമെന്ന് ആ സമയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അത് സഭയിൽ ചെന്ന് നിൽക്കുമ്പോഴൊന്നുമല്ല, പുൾപിറ്റിൽ ചെന്ന് നിൽക്കുമ്പോഴൊന്നുമല്ല. നിങ്ങളെ പിടിച്ച് ജഡ്ജിമാരുടെ മുമ്പിൽ കോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തോ പറയണമെന്ന് അറിയത്തില്ല, പേടിക്കണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയം സംസാരിക്കേണ്ട നാവിൽ തരും. അല്ലാതെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട പോകണമെന്നല്ല. കർത്താവിന്റെ ആ വചനത്തിന്റെ ആ നോളജ് നോക്കിക്കേ, ആ ജ്ഞാനം നോക്കിക്കേ. കർത്താവ് ആ ചുരുള് അങ്ങോട്ട് തുറന്ന് എക്സാക്ട്ലി യെശയ്യാ പ്രവാചകൻ ഈ വാക്യങ്ങൾ എഴുതി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. എന്തിനാ അഭിഷേകം അറിയാമോ? എന്നെ നിങ്ങളെയും അത്ഭുതപ്പെടുത്താനല്ല, എന്നെ നിങ്ങളെ ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാനല്ല. ദരിദ്രനെ, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ദരിദ്രനെ, ആത്മാവിന്റെ ദരിദ്രനെ എഴുന്നേൽപ്പിക്കാനാണ്. സുവിശേഷം പ്രസംഗിച്ച് അവനെ ക്രിസ്തുവിന്റെ മകനും മകളുമാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആൾക്കാരെ മുമ്പിൽ വലിയൊരു സംഭവമായിട്ട് കാണിക്കാനല്ല, ഞാൻ എന്തോ ആണെന്ന് കാണിക്കാനല്ല, അഹങ്കരിക്കാനല്ല അഭിഷേകം നൽകിയിരിക്കുന്നത്. അഭിഷേകം ദരിദ്രനോട് സുവിശേഷം അറിയിക്കാനാണ്. ടു പ്രീച്ച് ദ ഗോസ്പൽ ടു ദ പുവർ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അഭിഷേക്തന് പുസ്തകവുമായിട്ട് ബന്ധമുണ്ടല്ലേ. കർത്താവ് ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ട് ഈ വാക്യം അങ്ങോട്ട് വായിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചു. എന്നിട്ട് 19-ാമത്തെ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടിട്ട് അത് വായിച്ചതിന് ശേഷം കർത്താവ് പുസ്തകം മടക്കി അവർക്ക് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ കാണുന്നത് 21 അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കിയാൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി.
ലൂക്ക് അവിടെ ജീസസ് പ്രസംഗിച്ച എല്ലാം കാര്യം അവിടെ പറയുന്നില്ലെങ്കിലും അവിടെ ആ വാക്ക് 21ാമത്തെ വാക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ജീസസ് എക്സ്പോസിറ്റ് ചെയ്തു ആ വചനത്തെ വ്യാഖ്യാനിച്ചു. യഥാർത്ഥ അഭിഷേകം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ സീക്രട്ട് കോഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. ബൈബിളിൽ ഒരു വാക്യം എടുക്കും, ഓപ്പൺ. എന്നിട്ട് പറയും, എന്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവിനെ കാണിച്ചൊരു വാക്കാണ് ഓപ്പൺ. അപ്പൊ എല്ലാവരും കൂടെ കൈയടിച്ച് സ്തോത്രം, അല്ലെങ്കിൽ ഓപ്പൺ. അപ്പൊ ഈ ഓപ്പൺ എന്നുള്ള വചനം നിങ്ങൾക്ക് അങ്ങോട്ട് കൈമാറുകയാണ്. അപ്പൊ കൈമാറുമ്പോ എന്ത് പറ്റും? നിങ്ങൾക്ക് എല്ലാം ഓപ്പൺ ആയി കിട്ടും. ഏതാ? അയർലൻഡിൽ പോണ്ട വിസ, പിന്നെ മോളുടെ പഠിത്തം, ഇതെല്ലാം ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അവിടെ ഭയങ്കര ബഹളം, ഭയങ്കര സ്തോത്രം, അല്ലെങ്കിൽ ഭയങ്കര അഭിഷേകം. അയ്യോ, അതല്ല വചന ശുശ്രൂഷ. സ്തോത്രം, അതല്ല വചന ശുശ്രൂഷ. ഏതെങ്കിലും ഒരു വാക്യം അവിടെ നിന്നൊക്കെ ഇടുന്ന് അടർത്തി എടുത്തിട്ട് ഇതിനോട് കോർത്ത് വെച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ കൊണ്ടുവരുന്നതല്ല. പുസ്തകം എഴുതിയ പരിശുദ്ധാത്മാവ് എന്തുദ്ദേശിച്ചോ, ലൂക്കോസ് എന്തുദ്ദേശിച്ചോ, യോഹന്നാൻ എന്തുദ്ദേശിച്ചോ, പൗലോസ് എന്തുദ്ദേശിച്ചോ എന്ന് ദൈവസഭയെ പഠിപ്പിക്കുകയും ഇത് നമുക്ക് എങ്ങനെയാണ് പ്രായോഗികമായി തീരുന്നത് എന്ന് പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ അഭിഷേകം. സ്തോത്രം. അപ്പൊ കർത്താവ് ഇത് തുറന്നിട്ട് വ്യാഖ്യാനിച്ചു. എന്നിട്ടേ കർത്താവിന്റെ ഈ വാക്ക് കേട്ടിട്ട് എല്ലാവരും, 22ാമത്തെ വാക്ക് നോക്കി, എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. കർത്താവ് എന്തിനാ ഇങ്ങനെ പ്രസംഗിച്ച? അടുത്തൊരു മീറ്റിംഗ് കൊണ്ട് കിട്ടാനാണോ? അതിനൊന്നുമല്ല. കർത്താവിന്റെ വാക്ക് കേട്ട് പുകഴ്ത്തിയവരെ. അടുത്ത് നോക്കിക്കേ, 29ാമത്തെ വാക്യം നോക്കിക്കേ, 29 അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ലാവണ്യ വാക്ക് കണ്ട് പുകഴ്ത്തിയവരിപ്പൊ എന്ത് ചെയ്യുക? കർത്താവിനെ തള്ളിയിടാൻ നോക്കൂ, അല്ലേ? അപ്പോൾ യഥാർത്ഥ അഭിഷേകം വന്നാലേ മനുഷ്യരെ പ്രീതിപ്പെടുത്തത്തില്ല. യഥാർത്ഥ അഭിഷേകം സത്യം സംസാരിക്കുന്നത് കൊണ്ട് സത്യനിമിത്തം ഉപദ്രവമുണ്ടാകും. കള്ളപ്രവാചകനെ യഥാർത്ഥ പ്രവാചകനെ എങ്ങനെ മനസ്സിലാക്കാൻ അറിയോ? കള്ളപ്രവാചകന് ഒരു ഉപദ്രവമില്ല, ഭയങ്കര സുഖജീവിതം. അങ്ങനെ മനസ്സിലാക്കണം. യഥാർത്ഥ പ്രവാചകൻ ഉപദ്രവങ്ങളിൽ കൂടെ പോകും. എന്തിനാണെന്നറിയോ? ബിക്കോസ് ഓഫ് റൈച്ചസ്നെസ്. മത്തായി എഴുതിയ സുവിശേഷം 5ാം അധ്യായം അതിന്റെ 11ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 11. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. മത്തായി 5 മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 11. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്തത്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പൊ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 6ാം അധ്യായം അതിന്റെ 26ാമത്തെ വാക്യം നോക്കിക്കേ. ലൂക്കോസ് 6:26. കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. വ്യത്യാസം മനസ്സിലായോ? കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തി, യഥാർത്ഥ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കഷ്ടത്തിലുമാക്കി. അഭിഷേകം കണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കണം, ഇങ്ങനെ വിവേചിക്കണം. സ്തോത്രം. യഥാർത്ഥമായ ഒരു അഭിഷേകം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സത്യത്തെ കോംപ്രമൈസ് ചെയ്ത് ആൾക്കാരുടെ
പുകഴ്ത്തിയ വാക്കുകളും ലാവണ്യ വാക്കുകളും കണ്ടിട്ട് അല്ല, കയ്യിലിരിക്കുന്ന പൈസ കണ്ടിട്ട് സത്യത്തെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്കുന്നവനല്ല അഭിഷിക്തൻ. ആൾക്കാരെ പ്രസാദിപ്പിക്കാതെയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവനാമം മഹത്വത്തിനു വേണ്ടി പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ ഈ ലാവണ്യ വാക്ക് പറഞ്ഞവർ പുറത്തു കളയാൻ നോക്കും. They will go through persecutions. അപ്പൊ പ്രിയരെ, കർത്താവിന്റെ മിനിസ്ട്രി ഒന്ന് നോക്കിക്കേ. ജീസസിന്റെ മിനിസ്ട്രി, കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, അഭിഷേകം ചെയ്തു. എന്തിനായിരുന്നു അഭിഷേകം? ആൾക്കാരെ അത്ഭുതപ്പെടുത്താനായിരുന്നു, ആശ്ചര്യപ്പെടുത്താനായിരുന്നു, ആൾക്കാരെ പ്രീതിപ്പെടുത്താനായിരുന്നു അഭിഷേകങ്ങൾ അല്ല. കർത്താവിന് കൊടുത്ത അഭിഷേകം ഇറ്റ് വാസ് ഫോർ ദ പൂവർ, ഫോർ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിക്കാനാ. എന്റെ ദൈവമക്കള് കൂടെ പ്രിയമുള്ളവരെ എന്നോട് യോജിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഒരാളോട് സുവിശേഷം പറഞ്ഞു നോക്കിക്കേ, നമ്മൾ എത്ര ബലഹീനനാണെന്ന് മനസ്സിലാക്കും. നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ ഒരു എന്തെങ്കിലും അറിവ് കൊണ്ടോ ആ വ്യക്തിയെ നേടാൻ കഴിയത്തില്ല എന്നുള്ള നമ്മുടെ ബലഹീന അവസ്ഥ അവിടെ വെളിപ്പെടുമ്പോൾ, കർത്താവേ അവിടുന്ന് ഇറങ്ങി വന്ന് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ, ശരിയായ വാക്കുകൾ പറയാൻ എന്നെ അഭിഷേകം ചെയ്യുമാറാകണമേ എന്ന് നമ്മൾ പറയും. എന്തിനാ അഭിഷേകം എന്നറിയാമോ? മരിച്ചു കിടക്കുന്ന കല്ലറയിലുള്ള ലാസർമാരെ എന്ന് പറഞ്ഞാൽ ആത്മീകമായി മരിച്ചിരിക്കുന്ന വ്യക്തികളെ ഉയർപ്പിക്കാനാണ് കർത്താവ് എന്നെ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ അഭിഷേകം അങ്ങോട്ട് വന്ന പിന്നെ ആരും തൊടത്തില്ല. ആരും എൻ്റെ അടുത്ത് പിന്നെ വരരുത്, ഞാൻ ഭയങ്കര ഒരു പുള്ളിയാ, അങ്ങനൊന്നുമില്ല. കർത്താവ് കുഞ്ഞുങ്ങളെയും മടിയിലിരുത്തി സ്ത്രീകൾ വന്ന് കാല് കഴിയിട്ടും കർത്താവിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അഭിഷിക്തന്മാരെല്ലാം ഭയങ്കര സംഭവങ്ങൾ, അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. തെറിച്ചു പോകും. ഹല്ലേലൂയ. അപ്പൊ അഭിഷേകം വന്നാൽ തെറിച്ചു പോകുന്നല്ല. എന്തിനാ പിന്നെ അഭിഷേകം? കർത്താവിന്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. ടു പ്രീച്ച് ദി ഗോസ്പൽ ടു ദ പൂർ. ഇനി 1 യോഹന്നാൻ 4:19-20, 1 യോഹന്നാൻ 4:19-20 ഒന്ന് വായിച്ചാട്ടെ. 1 John chapter 4 verses 19 and 20. എന്തിനാ അഭിഷേകം തന്നിരിക്കുന്നത്? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സോറി, ക്ഷമിക്കണം, എന്റെ തെറ്റാണ്. 2:19. 1 John chapter 2 verse 19-20. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിൽ നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. എന്തിനാ അഭിഷേകം? വ്യാജവും സത്യവും വിവേചിക്കാൻ അഭിഷേകം. വ്യാജവും സത്യവും. പുറപ്പെട്ടു പോയവർ വ്യാജന്മാരാണെന്നും പുറപ്പെട്ടു പോയവർ വ്യാജ ആത്മാവിനാണ് ഈ പ്രസംഗിക്കുന്നതും രോഗശാന്തിയൊക്കെ നടത്തുന്നതെന്ന് വിവേചിച്ചറിയാൻ വേണ്ടിയാണ് അഭിഷേകം തന്നിരിക്കുന്നത്. അടുത്തത് 2:24 നോക്കിക്കേ. അത് തന്നെ 1 യോഹന്നാൻ 2:24. എന്തിനാ അഭിഷേകം തന്നിരിക്കുന്നത്? 3-ാമത്തെ പാഠം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ബലത്താലൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്തിനാ നമുക്ക് നൽകിയിരിക്കുന്നത്? ആദ്യം മുതൽ കേട്ട ആ സുവിശേഷത്തിന്റെ സത്യം, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ, ആ വിശ്വാസത്തിന് വേണ്ടി അവസാനത്തോളം, മരണം വന്നാലും ജീവൻ പോയാലും അവസാനത്തോളം നിൽക്കുവാനാണ് നമുക്ക് കർത്താവ് അഭിഷേകം നൽകിയിരിക്കുന്നത്. അടുത്തത് എന്തിനാ? 4-ാം അധ്യായം അതിന്റെ 2-ാം അധ്യായം 29-ാമത്തെ വാക്യം, ചാപ്റ്റർ 2 verses 29. അവിടെ കൊടുത്തിരിക്കുന്നത് നീതിയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, ടു പ്രാക്ടീസ് റൈച്ചസ്നെസ്. എന്തിനാ അഭിഷേകം തന്നിരിക്കുന്നത്? വിശുദ്ധ ജീവിതം ജീവിക്കാൻ, പാപത്തെ വെറുക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ, ലോകത്തെ പകയ്ക്കാൻ, പിതാവിനെ സ്നേഹിക്കാൻ, വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയാ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ മിനിസ്ട്രി ഒന്ന് നോക്കിക്കേ. അപ്പം ഈ മടങ്ങി വരാം. 1 യോഹന്നാൻ 4-ാം അധ്യായം
അതിന്റെ 2-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ ഇവിടെ നോക്കുന്നത്. 4:2. ഫസ്റ്റ് ജോൺ വായിച്ചു. 4:2. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പൊ ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? ജീസസ് ക്രൈസ്റ്റ്. ത്രൂ ജീസസ് ക്രൈസ്റ്റ് വി ഹാവ് ടു ഡിസേൺ. അപ്പൊ ജീസസ് ജഡത്തിൽ വന്നെന്ന് തത്വത്തിൽ ഈ വ്യാജാത്മാക്കൾ പറയുമെങ്കിലും എതിർക്രിസ്തു അല്ലെങ്കിൽ ഈ കള്ളപ്രവാചകൻ, എതിർക്രിസ്തുവിന്റെ ആത്മാവുള്ള കള്ളപ്രവാചകൻ പറയും യേശു ക്രിസ്തു ജഡത്തിൽ വന്നെന്നൊക്കെ പറയുമെങ്കിലും തന്റെ മിനിസ്ട്രി ജീസസിന്റെ മിനിസ്ട്രി പോലെയല്ല. തന്റെ ശുശ്രൂഷ കർത്താവിന്റെ ശുശ്രൂഷ പോലെയല്ല. അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷയാണ് നമുക്ക് വെച്ച് എല്ലാ മിനിസ്ട്രിയെയും ശോധനയുണ്ട്. എല്ലാ ദൈവദാസന്മാരെയും സഹോദരന്മാരെയും ശോധനയുണ്ട്. അടുത്തത് കർത്താവിന്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. കർത്താവിന്റെ ജീവിതം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നാം പെട്ടെന്നൊന്ന് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം. ധാരാളം കാര്യങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ എബി പാസ്റ്റർ ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഡിസൈപ്പിൾഷിപ്പിന്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒത്തിരി പോകുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ഞാൻ വായിക്കാം. 26-ാമത്തെ വാക്യം, 12-26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. 1. 2. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. 2. 3. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഈ വ്യാജ ആത്മാവുള്ളവനില്ലേ, ആദ്യത്തെ കാര്യം പറയത്തില്ല, ബാക്കി 2 കാര്യം പറയും. ഏതാ? എന്റെ കൂടി ഇരിക്കും. 2, മാനിക്കും. പക്ഷെ ആദ്യത്തെ കാര്യം പറയത്തില്ല. എന്തോ ആദ്യത്തെ കാര്യം? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അത് പറയത്തില്ല. ഒരു യഥാർത്ഥ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാനിക്കുന്നതും പറയും, കർത്താവിനോട് കൂടി ഇരിക്കുന്ന കാര്യം പറയും. എന്നാൽ ഈ ഭൂമിയിൽ നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ മുൻപേ പോയ കർത്താവിനെ അനുഗമിക്കാനായി. അതും പറയും. എന്തിനുള്ള അനുഗമനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? വാട്ട് വി ഷുഡ് ഫോളോ അബൌട്ട് ക്രൈസ്റ്റ്. ആ 24-ാമത്തെ വാക്യം 25-ാമത്തെ വാക്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ കർത്താവ് പറയുകയാണ്, നമ്മുടെ ജീവനെ നാം പകയ്ക്കുന്നില്ല എങ്കിൽ നാം കർത്താവിന്റെ ശുശ്രൂഷകന്മാരല്ല. അപ്പോൾ വ്യാജാത്മാവ് ഉള്ള ഒരു ദുരുപദേഷ്ടക്കാരൻ, അവൻ യേശുക്രിസ്തു ജഡത്തിൽ വന്നെന്ന് പറയും, തത്വത്തിൽ പറയുമെങ്കിലും ജീവിതത്തിൽ ജീസസിന്റെ ലൈഫ് സ്റ്റൈലേ അല്ല. ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലേ അല്ല, ജീവിത രീതിയെ വ്യത്യാസമാണ്. യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയ ആ ഹ്യൂമിലിറ്റി, ആ സൗമ്യത ദേവദാസന്മാർക്കുണ്ടോ? ക്രിസ്തുവിന്റെ ആ സ്വഭാവം, ആ ഹ്യൂമിലിറ്റി, ആ താഴ്മ. ഇവിടെ 12-ാം അധ്യായം എന്റെ 23-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. അന്ന് 25-ാമത്തെ വാക്യം, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ ഇഹലോകത്തിൽ ഈ ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകനും കർത്താവിനെ അനുഗമിക്കുന്നില്ല. പുള്ളി പറയും കർത്താവിനോട് കൂടി ഇരിക്കും, കർത്താവ് മാനിക്കും, അതെല്ലാം പറയും. പക്ഷേ ക്രിസ്തുവിന്റെ ജീവിത ശൈലിയില്ല. ഇങ്ങനെ മനസ്സിലാക്കണം വ്യാജാത്മാവ്.
ജീസസിന്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ജീസസ് എങ്ങനെയാ ജീവിച്ചത്? അതുപോലാണോ ഈ പ്രസംഗിക്കുന്ന വ്യക്തി ജീവിക്കുന്നത്, ഈ പഠിപ്പിക്കുന്ന വ്യക്തി ജീവിക്കുന്നത്? പണത്തോടുള്ള വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ, ഈ കർത്താവിന്റെ ശുശ്രൂഷയില് സ്തോത്രാഴ്ച പെട്ടി അതിൽ നിന്ന് എടുക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിലായിരുന്നു. ആ സ്തോത്രാഴ്ച നിന്ന് എടുക്കുന്ന മനുഷ്യന്റെ കയ്യിലായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്തേനെ? ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയെ വെക്കും. ആരാ? മത്തായി ആണ് ഏറ്റവും നല്ല യോഗ്യൻ. കറക്റ്റ് എഴുതി വെക്കും. പക്ഷെ കർത്താവ് ചെയ്തില്ല. കാരണം എന്താ അറിയോ? പണം വലിയൊരു സംഭവം അല്ലായിരുന്നു കർത്താവിന്റെ മിനിസ്ട്രിയിൽ. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാ. ഇന്ന് പറയുന്നത് 1 മാസത്തേക്ക് കൊണ്ടുവരാനാണ്. കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാം ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യും. അപ്പൊ പാവങ്ങൾ മേടിച്ച് ഞാൻ കൊടുക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? ഇങ്ങനെ മനസ്സിലാക്കണം. കർത്താവിന്റെ മിനിസ്ട്രി പണം ഒരു വലിയ വിഷയം അല്ലായിരുന്നേ. അത്ര ഇന്ന് കാണുന്ന ടിവിയുടെ താഴെയും മേളിലും എല്ലാം അങ്ങ് ഒട്ടിക്കുക. അക്കൗണ്ട് നമ്പർ, പേടിഎം അക്കൗണ്ട് നമ്പർ, പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. സ്തോത്രം. ഞാനേ എല്ലാ കാര്യവും നമുക്കിവിടെ നമ്മുടെ സമയം കഴിഞ്ഞു. യേശുവിന്റെ ശുശ്രൂഷയും യേശുവിന്റെ ജീവിതവും ഇതെല്ലാം കൂടെ വെച്ചൊന്ന് ശോധന ചെയ്യണം. വ്യാജാത്മാവാണോ യഥാർത്ഥമുള്ള ആത്മാവാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് നമുക്ക് വിവേചന വരം നൽകട്ടെ. വിവേചിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ. ശരിയും തെറ്റും മനസ്സിലാകുന്നതല്ല, ശരിയും ഏകദേശ ശരിയും മനസ്സിലാക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് കർത്താവിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തട്ടെ. അന്ത്യ കാലഘട്ടത്തിന്റെ സകല ലക്ഷണവും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വചനം കേട്ട് നമ്മൾ തെറ്റിപ്പോവരുത്. കർത്താവെ, ശരിക്കും വിവേചിക്കാൻ, നല്ലതുപോലെ സൗണ്ടായി അതിനെ വിവേചിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജഡ്ജ്മെന്റൽ സ്പിരിറ്റ് അല്ല കേട്ടോ പ്രിയരെ, തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് ഐ ലവ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് വ്യാജം ഞാൻ വെറുക്കും, വ്യാജ ആത്മാവിനെ ഞാൻ വെറുക്കും, വ്യാജ ഉപദേശത്തെ ഞാൻ വെറുക്കും. സത്യം നിലനിൽക്കട്ടെ കർത്താവെ. സത്യം പ്രസംഗിക്കുന്ന, സത്യമനുസരിച്ച് ജീവിക്കുന്ന ദാസന്മാരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.